നമ്മളിപ്പം പത്തനംതിട്ട കോന്നി ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആനക്കൂട് എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം 9:30 ആകാറായി. 9:30 മണിക്കാണ് ഇവിടെ ഓപ്പൺ ആവുക. കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ വന്ന് നിന്നിട്ടുണ്ട്. ചെറിയൊരു കുട്ടിക്കൊമ്പൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. കൃത്യം 9:30 മണിക്ക് ഗേറ്റ് ഓപ്പണായി. വിശാലമായിട്ടുള്ള കാർ പാർക്കിംഗ്, 2 വീലർ പാർക്കിംഗ് ഏരിയ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ടിക്കറ്റ് കൗണ്ടറാണിത്. ഒരാള് ഇല്ല 50 രൂപയാണ് ടിക്കറ്റ്. രാവിലെ തന്നെ ഒരുപാട് തൊഴിലാളികൾ ശുചീകരണ വർക്കിൽ ഏർപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു ആനയേ ഉള്ളൂ? മേലിലുണ്ടല്ല. ഈ ആന എത്ര പ്രായമായ ആനയാണ് ഇതിൽ കാണുന്നത്? 3 വയസ്സ്. ഇവിടെ ഇപ്പോൾ എത്ര ആനയുണ്ട് മൊത്തം? 5 എണ്ണം. ഇതെല്ലാം ഇപ്പം അടുത്ത് പിടിച്ചതാണോ അല്ലെങ്കിൽ ഇവിടെ പ്രസവിച്ചിട്ടായ? 3 കൊല്ലമായ ആനയാളാണല്ലേ. ഈ കാണുന്നതാണ് എലിഫൻ്റ് മ്യൂസിയം. അവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്.
എലിഫൻ്റ് മ്യൂസിയത്തിൽ നിന്ന് നമ്മളങ്ങനെ പുറത്തിറങ്ങി. നമ്മളങ്ങനെ എലിഫൻ്റ് മ്യൂസിയത്തിൽ നിന്ന് പുറത്തിറങ്ങി. ഇനി നമ്മൾ മേലോട്ടേക്കന്നെ നടന്നു പോവുകയാണ്. അവിടെ ആ ഭാഗത്താണ് ആനകളെ കാണാൻ സാധിക്കുക. ഈ കാണുന്നതാണ് എലിഫൻ്റ് ആർട്ട് ഗാലറി. എലിഫൻ്റ് ആർട്ട് ഗാലറി കണ്ടതിന് ശേഷം നമ്മൾ ആനകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. തട്ടായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ ആനക്കൂട് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ വന്ന സമയത്ത് ആനകളെ കുളിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ആന വയസ്സ് 22, മലയാറ്റൂർ ഡിവിഷൻ, കോടനാട് റേഞ്ചിൽ ഏറുമുഖത്തിൽ നിന്നും 2003 ലഭിച്ചു. മീന 33 വയസ്സ്, കോന്നി ഡിവിഷൻ, മണ്ണാറപ്പാറ റേഞ്ചിൽ, തുറയിൽ നിന്നും 1991 ലഭിച്ചു. പ്രിയദർശിനി 40 വയസ്സ്, കോന്നി ഡിവിഷൻ, മണ്ണാറപ്പാറ റേഞ്ചിൽ, പാലക്കുഴിയിൽ നിന്നും 1992 ലഭിച്ചു.
വേണം. ഞാനിപ്പോൾ ഓർമ്മയ്ക്ക് നമ്മൾ കഴുകാനോ എടുക്കുന്നു. മെഷീനല്ല കഴുകുന്നത്, തൊണ്ടിനെ കഴുകുന്നത്. ഇതിന് ഇവിടെ ഇതിന് കഴുകുന്നത്. പ്ലാസ്റ്റിക് ആണോ കമ്പിയാണോ? പെയിന്റിംഗ് ചെയ്യാറായിരുന്നു. ഇപ്പോൾ പെയിന്റിംഗ് ചെയ്യാൻ വാങ്ങിക്കത്തില്ല. ഇപ്പോൾ ആനക്കരയാണ് എല്ലാവരും വാങ്ങിക്കുന്നത്. എളുപ്പമാണ്. ഈ കാണുന്നതാണ് കോന്നി ആനക്കൂട്. സ്ഥാപിതം 1942. ഉപയോഗിച്ച മരം കമ്പകം. ആനക്കൂടിൻ്റെ അളവ് നീളം 12.65 മീറ്റർ, വീതി 8.60 മീറ്റർ, ഉയരം 7 മീറ്റർ. പ്രധാനപ്പെട്ട താപ്പാനകൾ: കോന്നി രാജേന്ദ്രൻ, കോന്നി കൊച്ചയ്യപ്പൻ, രഞ്ജി, പത്മനാഭൻ, ബാലകൃഷ്ണൻ, സോമൻ, വേണു, മണി. ക്ഷേത്രത്തിലേക്ക് നൽകപ്പെട്ട പ്രധാന ആനകൾ: മലയാലപ്പുഴ രാജൻ, തൃക്കടവൂർ ശിവരാജു. ഇപ്പോഴുള്ള ആനകൾ: പ്രിയദർശിനി, മീന, ഇവ, കൃഷ്ണ, നീലകണ്ഠൻ, കൊച്ചയ്യപ്പൻ. കോന്നിയിൽ ആനപിടുത്തം ആരംഭിച്ച വർഷം 1810. ആനകളെ പിടിക്കാൻ ഉപയോഗിച്ച മാർഗം വാരിക്കുഴിയിൽ വീഴ്ത്തൽ. ഈ കാണുന്ന ആനയുടെ പേരാണ് കൃഷ്ണ. വയസ്സ് 11. തിരുവനന്തപുരം ഡിവിഷനിൽ പരുത്തിപ്പള്ളി റേഞ്ചിൽ കുട്ടപ്പാറയിൽ നിന്നും 2014 ലഭിച്ചു. രാവിലെ എല്ലാ ആനകളെയും കുളിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രവൃത്തി എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് ബ്രഷ് കൊണ്ടാണ് ആനയെ കുളിപ്പിക്കുന്നത്. സർക്കാരും പറഞ്ഞ് വെള്ളമില്ല, പൈപ്പിൽ നീളമില്ല. ഈ വെള്ളം മതിയോ? നിങ്ങളാണ് തീരുമാനിച്ചത്. വെച്ച പറിച്ച് നാളെ പോകണം. കോന്നിയുടെ ആനപരിപാലന ചരിത്രം: ഏകദേശം 1810 മുതലാണ് കോന്നിയിൽ ആനപിടുത്തം ആരംഭിക്കുന്നത്. താപ്പാനകളായ കോന്നിയിൽ ബാലകൃഷ്ണൻ, വേണു, രമേശൻ, മണി, മോഹൻദാസ്. പേരുകേട്ട ആനകളായ തൃക്കടവൂർ ശിവരാജു, മംഗലംകുന്ന് ഗണപതി, കീരങ്ങാട് കേശവൻ, കാഞ്ഞിരങ്ങാട് ശേഖരൻ, മലയാലപ്പുഴ രാജൻ, കീഴൂട്ട് വിശ്വനാഥൻ തുടങ്ങിയവരൊക്കെ കോന്നി ആനക്കൂട്ടിൽ നിന്ന് ചട്ടം പഠിച്ച 100ഓളം ആനകളിൽ പെടുന്നവയാണ്. മുൻകാലത്ത് വനം വകുപ്പ് കോന്നി ആനക്കൂട്ടിലെ ആനകളെ ലേലം ചെയ്ത് വിൽക്കുന്ന രീതി നിലവിലുണ്ടായിരുന്നു. ആനപിടുത്തം 1977 നിയമം മൂലം നിരോധിച്ചു. ആനക്കൂട്ടിൽ നിന്ന് ഒറ്റപ്പെടുകയും തിരികെ പോകാൻ കഴിയാതെ വരികയും ചെയ്യുന്ന, മുറിവേറ്റ, കാട്ടിൽ അലഞ്ഞു തിരിയുന്നതോ ആയ ആനക്കുട്ടികളായി ലഭിച്ചവയാണ് ഈ ആനത്താവളത്തിൽ കാണുന്ന മിക്ക ആനകളും. കോന്നി ആനത്താവളവും ആനക്കൂടുമൊക്കെ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലും ഇടം പിടിച്ചിട്ടുണ്ട്. ഭാരതവുമായുള്ള സൗഹൃദവും സഹകരണവും ഊട്ടിയുറപ്പിക്കാൻ പോർച്ചുഗൽ സർക്കാരിന് ഇവിടെ നിന്നും സംയുക്ത എന്ന ആനയെ സമ്മാനിച്ചിരുന്നു. ാണ് ആനയൂട്ട്.
രാവിലെ നടത്തം, അതിനുശേഷം കുളി, അതിനുശേഷം ഭക്ഷണം എന്ന രീതിയിലാണ് ഇവിടെ ദിവസവും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. TV കാണുന്ന പോലെ ബോൾ സ്ക്രീനിൽ ഇങ്ങനെ കാണും. പക്ഷേ എങ്കിൽ നമ്മൾ 3D ഗ്ലാസിന് ഇത് ആക്റ്റീവ് ആക്കിയോണ്ട് ഈ ഗ്ലാസ് ഈ ബോൾ ഇവിടെയൊക്കെ വന്ന് നിൽക്കുന്നതായിട്ട് തോന്നുള്ളൂ. അങ്ങനെ തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ഒന്നുകൂടെ പ്രസ് ചെയ്താൽ മതി കേട്ടോ. TV ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. 1-2 പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ മാറ്റം കാണാം. സ്ക്രീനിൽ ബോൾ നിൽക്കുന്നു, ഇച്ചിരി അടുത്ത് കഴിഞ്ഞ് പിന്നെ ശാല ഇവിടെ പോകാനിരിക്കുന്നു. കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലാന്നോ? ഇവിടെ കാണാൻ പറ്റുന്നത്? കാണുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ നിന്നും പുനലൂർ റൂട്ടിൽ ഏകദേശം 12 കിലോമീറ്റർ അകലെയുള്ള കോന്നിയിലെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ആനക്കൂടും അടവിയും ഉൾപ്പെടുന്ന കേരള വനം വകുപ്പിന്റെ കീഴിലുള്ള കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രം. 1810 മുൻപ് തന്നെ കോന്നിയിൽ ആനപിടുത്തം ഉണ്ടായിരുന്നു. ഇനാംപുഴികൾ പൊളിച്ച് ആനകളെ വീഴ്ത്തിയിരുന്നു. അങ്ങനെ പിടിക്കുന്ന ആനകൾക്കൊന്നിന് 150 രൂപ വിലയ്ക്കാണ് സർക്കാരിലേക്ക് വിറ്റിരുന്നത്. 1810 ശേഷം സർക്കാർ സ്വന്തം നിലയിൽ വാരിക്കുഴികൾ നിർമ്മിച്ച് ആനകളെ പിടിക്കാൻ തുടങ്ങി. 1875 മൈസൂർ മാതൃകയിൽ മുണ്ടോമൂഴിയിൽ ആനക്കൊട്ടിൽ നിർമ്മാണം ആരംഭിച്ചു. 1877 ഇതിന്റെ പണി പൂർത്തീകരിക്കുകയും 9 വർഷത്തിനിടയിൽ 100ഓളം ആനകളെ പിടിക്കുകയും ചെയ്തു. 1977 സർക്കാർ ഉത്തരവ് മാനിച്ച് മുണ്ടോമൂഴിയിലെ ആനപിടുത്തം അവസാനിപ്പിച്ചു. വിശാലമായ മേഖലയിലാണ് ആനകൾ വസിക്കുന്നത്. 12 മുതൽ 15 മണിക്കൂർ വരെ ഭക്ഷണം കഴിച്ച് വനഭാഗങ്ങളിലും പുൽമേടുകളിലും ഇവ ചുറ്റിത്തിരിയുന്നു. പ്രായം ചെന്ന പെണ്ണാനകളാണ് ഗ്രൂപ്പിന്റെ തലപ്പത്ത് ആനക്കൂട്ടത്തെ നയിക്കുന്നത്. വന്യജീവി സംരക്ഷണ നിയമം 1972 വ്യവസ്ഥകൾ അനുസരിച്ച് ആനകൾക്ക് സംരക്ഷണം ഒരുക്കുന്നു. ഈ വ്യവസ്ഥകൾ ലംഘിക്കുന്നത് 7 വർഷം വരെ കഠിന തടവും പിഴയും കിട്ടാവുന്ന കുറ്റകൃത്യമാണ്. 1942 കോന്നിയിൽ ആനക്കൂട് തുറന്നു പ്രവർത്തിച്ചു. ഒറ്റപ്പെട്ടും കൂട്ടം തെറ്റിയും ലഭിക്കുന്ന കുഞ്ഞാനകളെ ഇവിടെ എത്തിച്ച് സംരക്ഷിക്കുന്നു. ഒരേ സമയം 6 ആനകളെയാണ് ഇവിടെ പരിപാലിക്കുന്നത്. കമ്പകം എന്ന തടിയാണ് ആനക്കൂട് നിർമ്മിക്കാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ആനകൾ എത്ര ശ്രമിച്ചാലും തകർക്കാൻ കഴിയാത്ത വിധമാണ് ഇതിന്റെ നിർമ്മാണ ഘടന. ആനകളെ വളരെ അടുത്തുനിന്ന് കാണാം എന്നതാണ് കോന്നി ആനക്കൂടിനെ ആനപ്രേമികളുടെ പ്രിയപ്പെട്ട ഇടമാക്കി മാറ്റുന്നത്. നമ്മളങ്ങനെ ആനക്കൂട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം പുറത്തിറങ്ങി
പത്തനംതിട്ട ഭാഗത്ത് വരുന്നവർ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു ഇടം തന്നെയാണ് കോന്നിയിലെ ആനക്കൂട്. രാവിലെ 9:30 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ് ഇവിടെ സന്ദർശന സമയം. ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.